صدای متجاوز به خاک وطن صدای متجاوز به صدای حق و حقیقت است. آنچه که ملاحظه کردید، صدایی که شنیدید، فضای غبارآلود استودیو ഈ ഒരു വീഡിയോ ഇന്നലെ മുതൽ എല്ലാവരും കാണുന്നുണ്ടല്ലേ. അതായത് ഇറാന്റെ ഔദ്യോഗിക ചാനലായിട്ടുള്ള ചാനലിൽ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് ഇസ്രായേലിന്റെ ബോംബ് വന്ന് വീണ് അത് മൊത്തം കത്തുന്ന ഒരു സീനായിരുന്നു കേട്ടോ. അവർ വാർത്ത വായിച്ച് അത് ലൈവ് ടെലികാസ്റ്റ് നടക്കുന്ന സമയത്താണ് നടന്നത്. അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയത്. അത് കഴിഞ്ഞ് അതിന്റെ പുറത്തോട്ട് ഇറങ്ങി ഒരുപാട് പേര് മരിച്ചു എന്ന് കേൾക്കുന്ന കുറേ വാർത്താ മാധ്യമ രംഗത്തുള്ള കുറേ പേര് അവിടെ മരിക്കേണ്ടായിട്ടുണ്ട്. നേരെ തന്നെ ആളുകൾ പുറത്തിറങ്ങിയിട്ടുള്ള വീഡിയോസും ഇതിന്റെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇന്നലെ നമ്മൾ കണ്ടതിൽ വളരെ വ്യക്തമായിട്ട് ഇസ്രായേൽ പണി കൊടുക്കുന്നുണ്ട്. ഇറാനിലെ വാർത്താമാധ്യമ ചാനലുകളിൽ പോലും ബോംബിട്ട് ഭയങ്കര ഒരു രൂക്ഷമായിട്ടുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് ഇറാൻ പേടിച്ച് ഇതോടുകൂടി മാപ്പ് പറഞ്ഞ് തിരിച്ചു പോകുമെന്ന് പലരും വിചാരിച്ചു. നമ്മുടെ നാട്ടിലെ പല സംഖ്യകളും ആ ന്യൂസും വാർത്തകളൊക്കെ ഇട്ടിരുന്നു. അത് കഴിഞ്ഞ് 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത സൈറം മുഴങ്ങിയത് ഇറാനിലായിരുന്നില്ല. അടുത്ത സൈറം മുഴങ്ങിയത് നമ്മുടെ ടെൽ അവീവിലും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ മറ്റ് ചില പ്രദേശങ്ങളിലുമായിരുന്നു സൈറം മുഴങ്ങി. അത് ഓൾറെഡി അവർ കൺഫേം ചെയ്തു. ഇറാൻ തിരിച്ച് പറയണ്ടായി, ഞങ്ങളിത് അവിടെ നിന്ന് അങ്ങോട്ട് മിസൈൽ വിട്ടിട്ടുണ്ട്. അത് വിട്ടത് വേറെ അങ്ങോട്ടും അല്ല, ഇസ്രായേലിൻ്റെ തന്നെ 1-2 ചാനലുകളുണ്ട്, വാർത്താ ചാനലുകളായ ചാനൽ 12, 14 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 1-2 ചാനലുകളുണ്ട്. ഞങ്ങൾ ഇതോടുകൂടി ഇപ്പോൾ തീർത്തര പരിപാടി മക്കളെ ഒരുങ്ങിയിരുന്നോ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് അത് വിടുകയും ചെയ്തിട്ടുണ്ട്. ഇനി അത് എവിടെ അപ്പം പോയി വിൽക്കും എന്നുള്ളത് നമുക്ക് ഈ രാത്രി കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും. എവിടെയൊക്കെ പോയി വിൽക്കും, എവിടെയൊക്കെ എത്രയൊക്കെ ബിൽഡിങ്ങുകൾ പൊളിയും എന്നൊക്കെ ഉള്ളത്. അപ്പം നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് ഭയങ്കര രസമാണ്. നമുക്ക് ഇവിടെ 2 ബോംബ് പോകുന്നു, അവിടെ ഒരു 4 ബോംബ് പോകുന്നു, ഇവിടെ ഒരു 10 പേര് മരിക്കുന്നു, അവിടെ 2 പേര് മരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര രസമാണ്. നമ്മുടെ നാട്ടിലെ ഇത്രയും കാലം നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ഒക്കെ മനസ്സിലുണ്ടായിരുന്നു ഇറാൻ ഇപ്പം എന്തൊക്കെ അങ്ങോട്ട് കാണിച്ചാലും ഏതൊക്കെ ഒലപ്പടക്കം പൊട്ടിച്ചു കഴിഞ്ഞാലും അത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്കൊന്നുമില്ല. അവരുടെ അയൺ ഡോം എന്ന് പറഞ്ഞിട്ടുള്ള ഭീകരമായിട്ടുള്ള എന്തോ ഒരു സാധനം ഇങ്ങനെ കവചം പോലെ നമ്മൾ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സംഖ്യകളുടെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഇറാൻ്റെ ഭൂപടം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മറ്റേ ഈ പഴം മൂടി വെക്കുന്ന പോലെ ഉണ്ടല്ലോ, ഇങ്ങനെ കവചം പോലെ സാധനം വെച്ചിട്ട് ഇതാണ് അയൺ ഡോം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അയൺ ഡോമിനെ പൊക്കി അങ്ങ് മേലെ കൊണ്ടിടുന്നത്. ഏതായാലും അയൺ ഡോമിനെ ആദ്യമായിട്ട് പരീക്ഷിക്കപ്പെട്ടത് ഇറാൻ തന്നെയാണ്. അതായത് ഇതിന് മുമ്പ് ഹമാസൊക്കെ അങ്ങോട്ട് 3-4 ചെറിയ റോക്കറ്റൊക്കെ വിട്ടിരുന്നു. അതൊന്നും എവിടെ എത്തിയില്ല നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു പോരാളി വന്ന് അത് ഇറാനാണ്. ഇറാനും കാര്യം മനസ്സിലായി. ഒരു 10, 20, 30, 40 ഒരുമിച്ച് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ അയൽഡോമിന് പോലും അറിയില്ല എവിടെയൊക്കെ കൊണ്ട് തടുക്കണം എന്നുള്ളത്, അവിടെ വെക്കും എന്നുള്ളത് വ്യക്തമായി. ഇതോടുകൂടി ആർക്കും തൊടാൻ പറ്റാത്ത രാജ്യമാണ് ഇസ്രായേൽ. അവിടേക്ക് ഒന്നും പോരാൻ പോകുന്നില്ല. ഒരു കാലത്തും അങ്ങോട്ട് ഒരു രീതിയിലുള്ള മിസൈലുകളും അവർക്ക് അവരുടെ അവിടെ പോയി വിടില്ല എന്നുള്ള ആ ഒരു മിഥ്യാധാരണകളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ സംഖ്യകൾ ഇവിടെ ഊതി വീർപ്പിച്ച് കൊണ്ടുവച്ചിരുന്ന സാധനം സത്യത്തിൽ ഈ ഇസ്രായേൽ ഇത്രയും സ്ട്രോങ് ആണ്, ഇസ്രായേൽ അതുണ്ട് ഇതെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഇത് ഇത്രയും ഹൈപ്പ് കൊടുത്തത് ഈ ഇസ്രായേൽ ഇത്ര ഹൈപ്പ് കൊടുത്തത് നമ്മുടെ സംഘചാനലുകളും നമ്മുടെ ഗോദി മീഡിയയാണ് ഏറ്റവും കൂടുതൽ ഇസ്രായേലിന് ഹൈപ്പ് കൊടുത്തത്. ഇസ്രായേലിൻ്റെ അയൺ ഡോം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പോലും ഭേദിക്കാൻ പറ്റില്ല. ഈവൻ അമേരിക്കയ്ക്ക് പോലും അങ്ങോട്ടൊരു ബോംബിട്ട് കഴിഞ്ഞാൽ അതിനെ തകർത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത്ര വലിയ സംഭവമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ താടിച്ചിക്ക് ദോസ്താണ്, ബ്രണ്ടാണ്. മോഡിജി അങ്ങ് പറയുമ്പോൾ ഇതിനൊക്കെ നെതന്യാഹു വന്ന് ഇവിടെ വന്ന് മൂത്രവയ്ക്കും, വേണം ഇന്ത്യയിൽ വന്ന് മൂത്രവയ്ക്കും എന്നൊക്കെ പറഞ്ഞാൽ അത്രയും സെറ്റപ്പിൽ ഇങ്ങനെ ഇസ്രായേലിനെ ഇങ്ങനെ പൊക്കി വെച്ചുകൊടുക്കുന്നതാണ് ഇസ്രായേലിലെ ബോംബ്, അതായത് ഈ അയൺ ഡോം വരെ പൊട്ടിത്തെറിച്ച അവസ്ഥ നമ്മളിപ്പോൾ കണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ യുദ്ധം ഇത്ര നീണ്ടുപോയത്. ഇപ്പം ഇറാൻ അങ്ങോട്ടൊരു 100, 200, 300 മിസൈൽ വിട്ട് അവിടെ ഒരു മിസൈൽ പോലും വീണിട്ടില്ലെങ്കിൽ തീർന്നാൽ വിത്തിൻ 2-3 ഡേയ്സിൽ ഇറാൻ മാപ്പ് പറഞ്ഞ് ഓടിയത്. ഇറാനറിയാം അവരുടെ കയ്യിലുള്ള ബാലിസ്റ്റിക് മിസൈൽസ് പഴയതാണ് എങ്കിലും അവരുടെ അത്യാധുനികമായിട്ടുള്ള 5th gen 6th gen ഫൈറ്റർ ജെറ്റുകളൊന്നും അവർക്കില്ല. പക്ഷെ അവരുടെ മിസൈലിനെ പറ്റി അവർക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു. അതായത് വിട്ട് കഴിഞ്ഞാൽ ഏതൊക്കെ അയൺ ഡോം ഉണ്ടെങ്കിലും അതിനും ക്രോസ് ചെയ്തിട്ട് അവിടെ കൊണ്ട് സംഭവം പൊട്ടിക്കും എന്നുള്ള വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇറാൻ കണ്ണടച്ചിട്ട് സാധനം വിട്ടതും അത് അവിടെ കൊണ്ട് പൊട്ടിച്ചതും. ഇനി കഴിഞ്ഞ ദിവസം മുമ്പ് നമ്മൾ ഇറാൻ്റെ ഒരു മിസൈൽ സിറ്റി തന്നെ, അതായത് ഭൂമിക്കടിയിൽ അവർ പ്രിപ്പയർ ചെയ്തതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് കണ്ടിരുന്നു. ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ആ ഒരു മിസൈൽ സിറ്റിയിൽ അവർ കാണിച്ചിട്ടുള്ള അവരുടെ കയ്യിലുള്ള ബാലിസ്റ്റിക് മിസൈൽസും മറ്റു പല സാധനങ്ങളും ഒരു പ്രോപ്പർ വീഡിയോ ഉണ്ട്. അവർ ഇവിടെ നിന്ന് എടുത്ത് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കാം. പക്ഷെ ആ കാണിച്ച കണക്ക് വെച്ചിട്ട് അവരുടെ കയ്യിൽ ഇനിയും ഇഷ്ടം പോലെ എണ്ണിയാ തീരാത്തത്ര മിസൈൽസും മറ്റ് പല സാധനങ്ങളും അവിടെ കയ്യിലുണ്ട്. അപ്പം ഈ ഒരു ഉറപ്പിലൊക്കെ തന്നെയാണ് ഇറാൻ പിടിച്ചു നിൽക്കുന്നതും ഇറാൻ അവിടെ കൊണ്ട് പൊട്ടിക്കുന്നതും എല്ലാം ചെയ്യുന്നത്. ഇപ്പോഴും ഇതറിയാണ്ട് ഈ പറഞ്ഞ ഇസ്രായേലിന് വേണ്ടിയിട്ട് ആസനം താങ്ങുന്ന സംഘികളുടെ കാര്യം എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നി. നിങ്ങളൊന്ന് സംഘി ചാനലുകൾ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾ ബാക്കി വാർത്താ മാധ്യമ ചാനലൊക്കെ മാറ്റും. ബാക്കിയുള്ളടത്തൊക്കെ അവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ശരിയാണ്, ഇസ്രായേലിൽ 1-2 ഇത് വീകുന്ന സമയത്ത് അവിടെ ഇറാനിൽ 10 വീകുന്നുണ്ട്. അത് കറക്റ്റാണ്. അത് അവരുടെ ടെക്നോളജിയും ഇവരുടെ ടെക്നോളജിയും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉണ്ടായിട്ട് പോലും ഇറാൻ അവിടെ കൊണ്ടിടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇനി അവരുടെ കയ്യിലുള്ള ഏതൊക്കെ ടൈപ്പ് സംഭവങ്ങൾ അവരുടെ കയ്യിൽ അവർ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള മിസൈൽസിന് ആർക്കും അറിയില്ല. നെക്സ്റ്റ് ലെവലിലോട്ട് ഈ യുദ്ധം പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന സമയത്ത് തന്നെ
ഇത്രയും കാലം ലോകത്ത് ഏറ്റവും സുരക്ഷിതമായിട്ട് അയൺ ഡോമിൻ്റെ താഴത്ത് കിടന്നുറങ്ങിയ നെതന്യാഹു വരെ പേടിച്ച് ബങ്കറിൽ ഒളിച്ചിരിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പം ഇതൊന്നും അറിയാണ്ട് നമ്മുടെ നാട്ടിൽ ചാടിക്കളിക്കുന്ന സംഗീരാമന്മാരെ നിങ്ങളൊന്ന് ആലോചിക്കണം. ഇപ്പം ഇസ്രായേൽ അവിടെ കൊണ്ട് പോകുമ്പോട്ടാലും ഇവരിവിടെ കൊണ്ട് പോകുമ്പോട്ട് കഴിഞ്ഞാലും അവിടുത്തെ ആൾക്കാരാണ് മരിക്കുന്നത്. ഈ പറഞ്ഞ അവിടുത്തെ വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. ഈ ഒരു സമരം അല്ലെങ്കിൽ ഈ ഒരു യുദ്ധം കൊണ്ട് പല സാധനത്തിന് സ്വർണ്ണത്തിന് വില കൂടും, പെട്രോളിന് അല്ലെങ്കിൽ ഇന്ധനത്തിനൊക്കെ എല്ലാത്തിനും വില കൂടി പെടാൻ പോകുന്നത് നിങ്ങളും ഞാനും അല്ലെങ്കിൽ നമ്മളൊക്കെ അടങ്ങുന്ന സാധാരണ ആൾക്കാർ, ലോകത്തിൻ്റെ മറ്റു ഭാഗത്തുള്ള ആൾക്കാരാണ്. കാരണം ലോകത്തിന് ഏറ്റവും കൂടുതൽ എണ്ണ പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ എണ്ണ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രാജ്യം തന്നെയാണ് ഇറാൻ. ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ തകരും തോറും എണ്ണയ്ക്കുള്ള ക്രൂഡ് ഓയിലിൻ്റെ വില കൂടും, എണ്ണയുടെ വില ലോകം മൊത്തം കൂടും. അത് ഇസ്രായേലിലും അല്ലെങ്കിൽ ഇറാനിലും മിഡിൽ ഈസ്റ്റിലും മാത്രമല്ല. ഇനി അതും മാത്രമല്ല, അമേരിക്കയും കൂടി ഇതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അമേരിക്ക നേരിട്ട് വന്ന് മിസൈൽ ഇവിടെ ഇടാൻ പറ്റില്ല. അവരുടെ ബേസ് ക്യാമ്പുകളുണ്ട് എല്ലാ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലും, UAE-യിലും ഖത്തറിലും സൗദിയിലും ഒക്കെ ഉണ്ട്. അത് ത്രൂ ആണ് അവർ തിരിച്ച് ഈ പറഞ്ഞ ഇറാനിലോട്ട് അടിക്കാൻ പോകുന്നത്. ഇറാനിൻ്റെ ചുറ്റുവട്ടത്തുള്ള രാജ്യങ്ങളായിട്ടുള്ള ജോർദാൻ എടുത്തോ, തുർക്കി എടുത്തോ, ഇപ്പുറത്ത് സൗദി എടുത്തോ, ഖത്തർ എടുത്തോ, ഏത് വേണമെങ്കിലും എടുത്തോ, അവർക്ക് അവിടെ കൊണ്ട് അമേരിക്കൻ്റെ ബേസിലും ഓരോ ബോംബിടാം. അമേരിക്ക വരെ കത്തിക്കും, അല്ലെങ്കിൽ ടെഹ്റാൻ കത്തിക്കാൻ പോകണേ, ഇറാനെ ഇവിടുന്ന് മായ്ക്കാൻ പോകുമെന്ന് പറയുമ്പോൾ അവരൊന്നോ രണ്ടോ ബോംബ് അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതോടുകൂടി ഗൾഫ് മലയാളികളുടെ അവസ്ഥയും വളരെ ശോകകരമാവും. ഇത് മൊത്തം ലോകത്തിന് വ്യാപിച്ച് അല്ലെങ്കിൽ ലോകത്തിലെ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വരാൻ പോകുന്ന ഒരു യുദ്ധം തന്നെയാണ്. ഇതോടുകൂടി ചിലപ്പോൾ ഇറാൻ ഇല്ലാണ്ടായി പോകും, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളും ബുദ്ധിമുട്ടായി പോകും ഒക്കെ ചെയ്യും. എങ്കിലും ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് രാജ്യക്കാർക്കല്ല, ഇതിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന എല്ലാ രാജ്യക്കാർക്കുമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് അത് സ്പ്രെഡ് ചെയ്ത് നമ്മുടെ ലോകത്തിലെ മൊത്തം ആൾക്കാർക്കാണ് ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒരു പൂർണ്ണ മുസ്ലിം വിശ്വാസി അവർ വിശ്വസിക്കുന്ന കാര്യമുണ്ട്, ലോകാവസാനം ആകുമ്പോഴേക്കും എല്ലാ വിധത്തിലുള്ള മുസ്ലിം രാജ്യങ്ങളും മറ്റ് ജൂതരാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളാൽ ആക്രമിക്കപ്പെട്ട് തോറ്റ് തുന്നം പാടി അല്ലെങ്കിൽ അവരില്ലാണ്ടാവുന്ന ഒരു അവസ്ഥ വരും. അങ്ങനെയാണ് ലോകാവസാനത്തിൻ്റെ എൻഡിലോട്ട് വരുന്നൊരു പോയിന്റ് ചെയ്യുന്നുണ്ട്. പല ആളുകളും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ചിലപ്പോൾ അതെ ഇറാൻ തോൽക്കും, ഇറാൻ്റെ പവറും അല്ലെങ്കിൽ ഇറാൻ്റെ കയ്യിൽ ടെക്നോളജിയും വെച്ച് ഒരു ലിമിറ്റിൻ്റെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇറാൻ തോൽക്കും. കുറേ ബുദ്ധിമുട്ട് ഇവർക്കും ഇസ്രായേലിനും അവരുണ്ടാക്കും, കുറേ ആൾ അവിടെ മരിക്കും എന്നല്ലാണ്ട് ഇറാൻ തോൽക്കും. അത് കഴിഞ്ഞാൽ സൗദി, അത് കഴിഞ്ഞാൽ തുർക്കി, അത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സകല മിഡിൽ ഈസ്റ്റ് അറബ് കൺട്രീസിലും ഇത് എഫക്ട് ചെയ്യും. അങ്ങനെയാണ് ലോകാവസാനം എന്നുള്ള ചിന്തിക്കുന്ന ഒരു പ്രോപ്പർ ഇസ്ലാമിക് മുസ്ലിം ഓക്കെ ഇതൊക്കെ നടക്കും, പടച്ചവൻ പണ്ടേ പറഞ്ഞതാണെന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന ആൾക്കാരും നമ്മുടെ ഈ നാട്ടിലുണ്ട്. അപ്പം എനിക്ക് സംഖ്യകളുണ്ടാണ് പറയാനുള്ളത്, ഇനിയെങ്കിലും ബോധം വെച്ചിട്ട് രാജ്യത്ത് നടക്കുന്ന ലോകത്ത് നടക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മെസ്സേജുകളുടെ ഇവിടെ അല്ലെങ്കിൽ വീഡിയോ ചെയ്യുക. അല്ലാണ്ട് ഈ മുസ്ലിം വിരോധം മാത്രം വെച്ചിട്ട് ഓരോ സാധനങ്ങൾ അടിച്ചിറക്കാണ്ടിരിക്കും. അതേത് വിറയൻ കോന്തന്മാരാണെങ്കിലും വേണ്ടില്ല, ഏത് മറ്റ് എച്ചിൽ ചെറ്റകളാണെങ്കിലും വേണ്ടില്ല, ഏത് സംഘി പരിവാണങ്ങളാണെങ്കിലും വേണ്ടില്ല. ഇതേ പറയാനുള്ളവരുണ്ട്.